ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഔട്ടിംഗ് പോവാണ്. ഈവനിങ്ങിൽ മുനമ്പത്തേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സൺസെറ്റ് ഒക്കെ വളരെ മനോഹരമാണ്. ഇന്ന് നല്ല ക്ലിയർ സ്കൈയുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഏതാണ്ട് മുനമ്പം ബീച്ചിന് അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ സൺറൈസിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കാറ് നിർത്തിയിട്ട് ഒരു ഫുൾ വ്യൂ ഒന്ന് നോക്കാം നമുക്ക്. ഈ കാണുന്നതാണ് വാക്ക് വേ. നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് തന്നെ ലോങ് വ്യൂ ഇവിടുന്ന് തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു കിലോമീറ്ററോളം ഈ വാക്ക് വേ ഉണ്ട്. ഇതിനൊരു ചേർന്നുകൊണ്ട് കടലിനുള്ളിലേക്ക് ഒരു പുലിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ സാധാരണഗതിയിലും കൂടുതലുണ്ട്. വളരെ ഭംഗിയും വൃത്തിയുള്ള വാക്ക് വേ ആണെങ്കിലും ഒരു ആസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു സ്ഥലം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഐമാസ് ലൈറ്റുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല, സൈഡിലുള്ള വിളക്കുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഫുഡ് ജോയിൻസും ഒരു നീറ്റായി ഓർഗനൈസ് ചെയ്തിട്ടില്ല. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അഴിമുഖത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ബോട്ടുകളും അതുപോലെ ഹാർബറിൽ നിന്നുള്ള ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക സുഖമാണ്. ഈ ബോട്ടുകളെല്ലാം ഇങ്ങനെ ചക്രവാളത്തിലേക്ക് ഇങ്ങനെ മറഞ്ഞു പോകുന്നത് ഇവിടെ ഇരുന്ന് കാണാൻ വളരെ ഒരു രസമുള്ള കാഴ്ചയാണ്. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇവിടെ ഇരുന്നു. നമ്മൾ വിചാരിച്ചു ഒന്ന് പുലിമുട്ടിൻ്റെ ഏറ്റവും എൻഡിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇച്ചിരി റിസ്ക്കിയാണ്, കല്ലിൻ്റെ മുകളിലൂടെയൊക്കെ പോകണം. എന്നാലും നമ്മൾ അവിടെ എത്തിയിട്ടുള്ള സീൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ഫീലാണ്. കാരണം നമ്മൾ കടലിൽ ഒത്തിരി ഉള്ളിലേക്ക് വന്ന് ഏറ്റവും എൻഡിലിരിക്കുന്ന പോലെ ഒരു ഫീലാണ്. ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വാക്ക്വേയുടെ ഒരറ്റത്ത് സൂര്യാസ്തമനത്തിൻ്റെ പിക്ചേഴ്സ് എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും, ഇൻക്ലൂഡിങ് ഫോറിനേഴ്സും എല്ലാം ഉണ്ട്, വിദേശ ടൂറിസ്റ്റുകളെല്ലാം ഉണ്ട്. ഈ ഭാഗത്തെ നമ്മുടെ കടലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അസാധ്യ വ്യൂ ആണ് കേട്ടോ. ഈ രണ്ട് ചൈനീസ് ഫിഷ് നെറ്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതും ഫിഷ് നെറ്റും സൂര്യനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എത്ര പകർത്തിയാലും നമുക്ക് മതിയാവില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ബീച്ച് സൈഡ്. വളരെ കാമായിട്ടുള്ള ബീച്ചാണ്. കാരണം അധികം തിരമാലകളൊന്നും ഇല്ലാത്ത, അധികം ആഴമില്ലാത്ത ബീച്ചാണ്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് കടലിൽ ഇറങ്ങാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബീച്ച് സൈഡിൽ ഒത്തിരി സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് ഒത്തിരി ഇരുട്ടായതുകൊണ്ട്, ഇരുട്ടി വരുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി നേരം കൂടെ കടലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ബൈ.